പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ആളിപ്പടരുകയും ഗൾഫ് മേഖല മിസൈൽ ഭീതിയിൽ വിറയ്ക്കുകയും ചെയ്യുമ്പോൾ ഒമാനിലെ പ്രവാസി മലയാളികൾക്ക് ഇത് ആശ്വാസത്തിന്റെ ദിനങ്ങളാണ്. സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലെ പ്രവാസികൾ ആക്രമണ ഭീതിയിൽ നെട്ടോട്ടമോടുമ്പോൾ ഒമാൻ മാത്രം ഒരു സമാധാന തുരുത്തായി ശാന്തമായി തുടരുന്നു. ശനിയാഴ്ച പുലർച്ചെ അയൽരാജ്യങ്ങളിലെ നഗരങ്ങൾ സ്ഫോടന ശബ്ദങ്ങളിൽ നടുങ്ങിയപ്പോഴും ഒമാനിൽ ജീവിതം സാധാരണ നിലയിലായിരുന്നു. പതിറ്റാണ്ടുകളായി ഒമാൻ പിന്തുടരുന്ന നിഷ്പക്ഷ നയതന്ത്രമാണ് ഈ യുദ്ധകാലത്തും അവിടുത്തെ പ്രവാസികൾക്ക് കവചമാകുന്നത്. ഇറാനുമായും പാശ്ചാത്യ രാജ്യങ്ങളുമായും ഒരേപോലെ സൗഹൃദം പുലർത്തുന്ന മസ്കറ്റിനെ ലക്ഷ്യം വെക്കാൻ ഒരു പക്ഷവും മുതിരുന്നില്ല. അമേരിക്കയുടെ ആക്രമണ താവളങ്ങൾ ഒമാൻ മണ്ണിൽ പ്രവർത്തിക്കുന്നില്ല എന്നതും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി ഒഴിവാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ ഇറാനൊപ്പം പങ്കാളിയായ ഒമാനെ തൊടാൻ ഇറാൻ തയ്യാറാകില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവിടുത്തെ മലയാളികൾ. എന്നാൽ രാജ്യം സുരക്ഷിതമാണെങ്കിലും യാത്രാമേഖലയിൽ ഒമാൻ മലയാളികളും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ വ്യോമപാതകൾ അടച്ചതോടെ കേരളത്തിലേക്കുള്ള നേരിട്ടുള്ള വിമാനങ്ങൾ ഉൾപ്പെടെ റദ്ദാക്കി. ഞായറാഴ്ച മാത്രം ഇന്ത്യൻ വിമാന കമ്പനികൾ 444 അന്താരാഷ്ട്ര സർവീസുകളാണ് മേഖലയിൽ റദ്ദാക്കിയത്. യുദ്ധമേഖല ഒഴിവാക്കി വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് യാത്രാസമയം വർദ്ധിപ്പിക്കാനും ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടാനും കാരണമായിട്ടുണ്ട്. ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മുകളിലൂടെയുള്ള ആകാശം അപകടമേഖലയായി പ്രഖ്യാപിച്ചതോടെ വിമാനയാത്ര അതീവ ദുഷ്കരമായി തുടരുകയാണ്. വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയ യാത്രക്കാർക്ക് ടിക്കറ്റ് തുക തിരികെ നൽകുന്നതിനോ അല്ലെങ്കിൽ പകരം യാത്രാ സൗകര്യം ഒരുക്കുന്നതിനോ വിമാന കമ്പനികൾക്ക് DGCA കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും സർവീസുകളിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പ്രവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു.